Morning children, welcome to our English class. Do you remember our last class? What did we see our last class? We saw a sower. Yes, he was very sincere and a dedicated fellow. This poem also we are going to learn about a blacksmith, a village blacksmith. He also a very sincere, a dedicated, hardworking fellow. Okay. We can start the poem, The Village Blacksmith. Before starting the poem, I want to tell something, two or three sentences about the poem. This poem describes a local blacksmith and his daily life. അതായത് ഒരു സാധാരണ ഒരു കൊല്ലൻ്റെയും അദ്ദേഹത്തിൻ്റെ ദൈനംദിന ജീവിതത്തെയും കുറിച്ചുള്ള ഒരു കവിതയാണിത്. The blacksmith serves as a role model who balances his job with the role he plays with his family and community. അതായത് ഒരു കുടുംബനാഥനായിട്ടും അതുപോലെ തന്നെ ഒരു കമ്മ്യൂണിറ്റിയോട് ചെയ്യേണ്ട ഒരു റോളുകളും അതുപോലെ ഒരു കുടുംബത്തിൽ ചെയ്യേണ്ട സമൂഹത്തിൽ ചെയ്യേണ്ട റോളുകളും കുടുംബത്തിൽ ചെയ്യേണ്ട റോളുകളും വളരെ മനോഹരമായി ചെയ്യുന്ന ഒരു ബ്ലാക്ക് സ്മിത്തിനെ കുറിച്ചാണ് നമ്മൾ ഈ പോയത്തിലൂടെ പരിചയപ്പെടാൻ പോകുന്നത്. ഓക്കെ, ദിസ് പോയം വാസ് റിട്ടൺ ബൈ ഹെൻറി വാഡ്സ്വർത്ത് ലോങ്ഫെല്ലോ. We can start the poem. First 8 line. Listen. Take page number 110. Under a spreading chestnut tree, the village smithy stands. The smith, a mighty man is he, with large and sinewy hands, and the muscles of his brawny arms are strong as iron bands. Under a spreading chestnut tree, the village smithy stands. അതായത് ഒരു പടർന്നു നിൽക്കുന്ന ഒരു ചെസ്നട്ട് ട്രീയുടെ അടിയിലാണ് ബ്ലാക്ക് സ്മിത്തിൻ്റെ ആല എന്ന് പറഞ്ഞാൽ പണിസ്ഥലം ഉള്ളത്. ദ സ്മിത്ത് എ മൈറ്റി മാൻ ഈസ് ഹി വിത്ത് ലാർജ് ആൻഡ് സ്നീവി ഹാൻഡ്സ് ആൻഡ് ദ മസിൽസ് ഓഫ് ഹിസ് ബ്രൗണി ആംസ് ആർ സ്ട്രോങ് ആസ് അയൺ ബാൻഡ്സ്. ഇവിടെ പറയും ഹിസ് ഹാൻഡ്സ് ആർ സ്ട്രോങ്ങർ ദാൻ യൂഷ്വൽ. അതായത് സാധാരണക്കാരേക്കാളും സ്ട്രോങ് ആണ് അദ്ദേഹത്തിൻ്റെ കൈകൾ. Here the poet uses a simile to compare his hands to iron bands in the last line. അപ്പോൾ ലാസ്റ്റ് ലൈനിൽ പോയിട്ട് അദ്ദേഹത്തിൻ്റെ കൈകളെ അയൺ ബാൻഡ്സ് ആയിട്ട് കമ്പയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഫിഗർ ഓഫ് സ്പീച്ച് സിമിലിയാണ്. അതായത് ആർ സ്ട്രോങ് ആസ് അയൺ ബാൻഡ്സ്. അപ്പോൾ ഫിഗർ ഓഫ് സ്പീച്ച് അവിടെ അണ്ടർലൈൻ ചെയ്ത് എഴുതുക. എന്താണ്? സിമിലി. ഓക്കെ, നെക്സ്റ്റ് 8 lines. His hair is crisp and black and long. His face is like the tan. His brow is wet with honest sweat. He earns whatever he can. He looks the whole world in the face, for he owes not to any man. In this stanza, Longfellow gives us the further description of the person. അതായത് വീണ്ടും ബ്ലാക്ക് സ്മിത്തിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ നമുക്ക് ഇതിൽ കൂടെ തരികയാണ്. ഹി ടെൽസ് us that the blacksmith has long black and crisp hairs. അതായത് നീളമുള്ള കറുത്ത ക്രിപ്സായിട്ട് പരിപരുത്ത മുടിയാണ് അദ്ദേഹത്തിനുള്ളത്. ദ നെക്സ്റ്റ് തിങ് ഈസ് ഹിസ് ഫേസ് വിച്ച് ഈസ് ടാൻ. ഫേസ് എന്താണ്? ടാൻ എന്ന് പറഞ്ഞാൽ ബ്രൗണിഷ് കളർ. After the first 2 lines, the next 4 lines are very important with respect to the meanings and connotations. The blacksmith brow is wet with honest sweat and he earns only when he can. അതായത് ബ്ലാക്ക് സ്മിത്തിൻ്റെ നെറ്റി എപ്പോഴും നനഞ്ഞുകൊണ്ടിരിക്കും. എന്തുകൊണ്ടാണ് നനഞ്ഞിരിക്കുന്നത്? എപ്പോഴും വേർത്തുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം എപ്പോഴും ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുപോലെ എപ്പോഴും ഹാർഡ് വർക്കിംഗ് ആണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ബ്ലാക്ക് സ്മിത്ത് വളരെ ഹാർഡ് വർക്കിംഗ് ആണ്. ഹി ഡസ് നോട്ട് ബോറോ ഫ്രം എനി വൺ ബിക്കോസ് ഹി ഏൺസ് ആസ് പെർ ഹിസ് കപ്പാസിറ്റി ആൻഡ് ഡസ് നോട്ട് ഡിമാൻഡ് മോർ. അതായത് അദ്ദേഹത്തിൻ്റെ ഹാർഡ് വർക്കിംഗ് കൊണ്ടാണ് അദ്ദേഹം പണം സമ്പാദിക്കുന്നത്, അല്ലാതെ വേറൊരാളോട് അദ്ദേഹം കടപ്പെട്ടിരിക്കുന്നില്ല. അതായത് വളരെ ഹാർഡ് വർക്കിങ്ങും സിൻസിയറായിട്ട് അദ്ദേഹത്തിൻ്റെ ജോലികളിൽ കൂടെ അദ്ദേഹം ജീവിച്ചു പോവുകയാണ്. മനസ്സിലായോ? Okay, next line. Week in, week out, from morn till night, you can hear his bellows blow. You can hear him swing his heavy sledge with measured beat and slow, like a sexton ringing the village bell when the evening sun is low.
Okay, what does the meaning? What is the meaning of these lines? These lines are all praise for his labor that he does from morning to evening. അതായത് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അദ്ദേഹം ചെയ്യുന്ന കഠിനാധ്വാനത്തെക്കുറിച്ചാണ് ഈ വരികൾ നമ്മളോട് പറയുന്നത്. ദ സൗണ്ട് ഓഫ് ഹിസ് സ്ലെഡ്ജ് സൗണ്ട് ലൈക്ക് ദി വില്ലേജ് ബെൽ. അതായത് അദ്ദേഹത്തിൻ്റെ ആലയിൽ നിന്ന് വരുന്ന ആ ഇരുമ്പുമ്മേ അടിക്കുന്ന ഓരോ അടിയും എങ്ങനെ വില്ലേജ് ബെല്ലിനോടാണ് ഇവിടെ കമ്പയർ ചെയ്തിരിക്കുന്നത്. അതേപോലെ അദ്ദേഹത്തിൻ്റെ ഓരോ ഇടവേളയിലും പരത്തുന്ന ഇരുമ്പ് ഉറച്ച എന്താ പറയുക ആ വലിയൊരു വടി കൊട്ടുവടി വെച്ച് അദ്ദേഹം അടിക്കുന്ന സൗണ്ട് ഓരോ ഇടവേളകളിലായിട്ട് ഇങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കുകയാണെന്നാണ് പോയറ്റ് ഈ വരികളിലൂടെ നമ്മളോട് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് 8 lines. And children coming home from school looking at the open door, they love to see the flaming forge and hear the bellows roar and catch the burning sparks that fly like chaff from the threshing floor. അതായത് കുട്ടികൾ സ്കൂള് വിട്ട് വരുന്ന കുട്ടികൾ ഈ എന്താ പറയുക ഈ ബ്ലാക്ക് സ്മിത്തിൻ്റെ ആ പണിസ്ഥലം കാണുമ്പോൾ അവർക്ക് ഒരു കൗതുകമാണ്. അവർ അതിൻ്റെ തുറന്നു കിടക്കുന്ന വാതിലിൽ കൂടെ ഉള്ളിലേക്ക് നോക്കുകയാണ്. അപ്പോൾ ഉള്ളിലേക്ക് നോക്കുമ്പോൾ അതിൽ കൂടെ അദ്ദേഹത്തിൻ്റെ ആ ഉലയിൽ നിന്ന് വരുന്ന ഓരോ സ്പാർക്കും, അതായത് തീപ്പൊരികൾ ഇങ്ങനെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ ആ തീപ്പൊരി പറന്നു വരുന്നത് അദ്ദേഹം പറയുന്നത് എന്താ പറയുക അങ്ങനെ പതിരുകൾ, അതായത് നെല്ലിൽ നിന്ന് പതിരുകൾ വേർപെട്ട് പോരുന്നത് പോലെ ആ തീപ്പൊരികൾ ഇങ്ങനെ പറന്നു വരുന്നത് കാണാൻ കുട്ടികൾക്കെല്ലാം വളരെ ഇഷ്ടമാണെന്നാണ് പോയിട്ട് ഇതിലൂടെ പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ലൈൻസ്. He goes on Sunday to the church and sits among his boys. He hears the parson pray and preach. He hears his daughter's voice singing in the village choir, and it makes his heart rejoice. Here the poet is talking about the soft side in the heart of the strong ബ്ലാക്ക് സ്മിത്ത്. അതായത് ഈ കരുത്തനായ ബ്ലാക്ക് സ്മിത്തിൻ്റെ ഉള്ളിലെ ഒരു സോഫ്റ്റായ ഒരു മനുഷ്യനെയാണ് ഇവിടെ നമുക്ക് നമ്മുടെ പോയറ്റ് നമുക്ക് കാണിച്ചു തരുന്നത്. അതായത് എല്ലാ സൺഡേസിലും ഹി ഗോസ് ഓൺ സൺഡേ ടു ദി ചർച്ചിലേക്ക് പോവുകയും അവിടെ ആ പുരോഹിതൻ്റെ പ്രസംഗങ്ങൾ കേൾക്കുകയും ചെയ്യുന്നു. അദ്ദേഹത്തെ അവിടെ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അതോടൊപ്പം അവിടെ വില്ലേജ് കൊയറിലെ അദ്ദേഹത്തിൻ്റെ മകളുടെ വോയിസ്, അതായത് ആ വില്ലേജ് കൊയറിൽ ആ മകൾ പാടുന്നത് വളരെ സന്തോഷത്തോടു കൂടി കേൾക്കുകയും ചെയ്യുകയാണ് അദ്ദേഹം. Next 6 lines. It sounds to him like her mother's voice singing in paradise. He must think of her once more, how in the grave she lies, and in with his hard rough hands he wipes a tear out of his eyes. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പോയറ്റിൻ്റെ മകളുടെ സൗണ്ട് ആ വില്ലേജ് കൊയറിലെ പാട്ട് കേൾക്കുമ്പോൾ മകളുടെ സൗണ്ട് കേൾക്കുമ്പോൾ ആ മകളുടെ അമ്മയെയാണ്, അതായത് മരിച്ചുപോയ ബ്ലാക്ക് സ്മിത്തിൻ്റെ ഭാര്യയാണ് അയാൾക്ക് ഓർമ്മ വരുന്നത്. അതായത് അവളുടെ ആ ഒച്ച കേൾക്കുമ്പോൾ ഈ ഭാര്യ ഹെവനിലിരുന്ന്, അതായത് സ്വർഗത്തിലിരുന്ന് പാടുന്ന പോലെ അയാൾക്ക് തോന്നുകയാണ്. അപ്പോൾ ഭാര്യയുടെ മുഖം അയാൾക്ക് ഓർമ്മ വരുന്ന നേരത്ത് കണ്ണിൽ നിന്ന് വരുന്ന കണ്ണുനീര് ആ ഹാർഡും റഫായിട്ടുള്ള ആ കൈകൾ കൊണ്ട് അയാൾ തുടച്ച് മാറ്റുകയാണ്. ഈ വരിയിൽ നമുക്ക് ആ സോഫ്റ്റ് ആയിട്ടുള്ള ബ്ലാക്ക് സ്മിത്തിനെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. നെക്സ്റ്റ് 6 lines. Toiling, rejoicing, sorrowing, onward through life he goes. Each morning sees some task begin, each evening sees it close. Something attempted, something done, has earned a night's repose. ഇവിടെ നമ്മൾ കാണുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ജീവിതം ഇങ്ങനെ തുറന്നു പോയിക്കൊണ്ടിരിക്കുക. എല്ലാ ദിവസവും രാവിലെ ഒരു പുതിയ വർക്ക് സ്റ്റാർട്ട് ചെയ്യും, അത് വൈകിട്ടാകുമ്പോഴേക്കും ആ വർക്ക് കംപ്ലീറ്റ് ചെയ്യും. അങ്ങനെ എല്ലാ ദിവസവും ഓരോ വർക്ക് തുടങ്ങുകയും അവസാനിപ്പിക്കുകയും ചെയ്യുന്ന ഒരാളായിട്ട് അദ്ദേഹം ഇവിടെ കാണുകയാണ്. ഒന്ന് തുടങ്ങും, അത് അതേപോലെ തന്നെ അവസാനിപ്പിക്കുകയും ചെയ്യും. അങ്ങനെ ഒരു ദിവസത്തെ അത്താഴത്തിനുള്ള വഴി അദ്ദേഹം സമ്പാദിക്കുകയും ചെയ്യുന്നു. Okay, next 6 lines. Thanks to thee, my worthy friend, for the lesson thou hast taught. Thus, at the flaming forge of life, our fortunes must be wrought. Thus, on to the sounding anvil shaped each burning deed and thought. Here,
The poet tells us what should be the structure of a happy and satisfied life. അതായത് ഒരു സന്തോഷകരവും സംതൃപ്തികരവുമായ ഒരു ജീവിതത്തിൻ്റെ സ്ട്രക്ചർ എന്താണെന്നാണ് പോയറ്റ് ഇവിടെ പറയുന്നത്. The blacksmith spent his life working hard, being happy, being sad at times. അതായത് സന്തോഷവും ദുഃഖവും ഇടകലർന്നതാണ് ഒരു ജീവിതം എന്നുള്ളതാണ് കാണിച്ചു തരുന്നത്. He keeps moving ahead in his life as each morning he starts something new and ends it with the evening. അതായത് പുലരിയിൽ, അതായത് നേരം വെളുക്കുമ്പോൾ ഒരു പുതിയ വർക്ക് സ്റ്റാർട്ട് ചെയ്യുകയും അത് ഈവനിങ് ആവും തോറും അത് അവസാനിപ്പിക്കുകയും ചെയ്യുന്ന ഒരു ബ്ലാക്ക് സ്മിത്തിൻ്റെ ഒരു കഴിവ്, അയാളുടെ ഹാർഡ് വർക്കിങ്ങിനെ കുറിച്ചാണ് പോയറ്റ് ഇവിടെ കൂടുതലും പ്രതിപാദിക്കുന്നത്. എവ്രി ഡേ ഹി വർക്ക്സ് ആൻഡ് എവ്രി നൈറ്റ് ഹി റെസ്റ്റ് ഫുള്ളി. അതായത് രാവിലെ പകൽ മുഴുവൻ അധ്വാനിക്കുകയും രാത്രി സംതൃപ്തനായി റെസ്റ്റ് ചെയ്യുകയും ചെയ്യുന്ന ഒരു ബ്ലാക്ക് സ്മിത്തിനെയാണ് നമ്മളിവിടെ കാണുന്നത്. ദി ഹാർഡ് വർക്ക് ഹി ഡസ് ഇൻ ദ മോർണിംഗ് gives him a sleep of calm in the night. അതായത് പകൽ മുഴുവൻ അദ്ദേഹം ചെയ്യുന്ന ഈ കഠിനാധ്വാനം രാത്രിയിൽ സംതൃപ്തകരമായ ഒരു ഉറക്കം അദ്ദേഹത്തിന് പ്രദാനം ചെയ്യുകയാണ്. അതായത് ഒരു ഹാർഡ് വർക്കിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് ഈ രണ്ട് പോയത്തിലും കവികൾ നമ്മളോട് പറയുന്നത്. അപ്പോൾ നമ്മൾ സോവറിലും കണ്ടു, അതുപോലെ തന്നെയാണ് ഈ ബ്ലാക്ക് സ്മിത്തിൻ്റെ കേസിലും കവി പറയുന്നത്. അതായത് ഹാർഡ് വർക്കിലൂടെ സംതൃപ്തികരമായ, അതായത് സുഖമായ ഉറക്കം അയാൾക്ക് കിട്ടുന്നുണ്ട്. അയാൾ ഒരാളോടും കടപ്പെട്ടിരിക്കുന്നില്ല. കാരണം അയാൾക്ക് ചെയ്യാൻ കഴിയുന്ന രാവിലെ മുതൽ തുടങ്ങുന്ന ഹാർഡ് വർക്ക് അയാൾ അവസാനിപ്പിക്കുന്നത് വൈകിട്ടാണ്. അതായത് എല്ലാവരോടും ഒരേ മുഖത്തോടു കൂടിയാണ് അയാൾ ബിഹേവ് ചെയ്യുന്നതും എല്ലാവരെയും ഒരേ രീതിയിലാണ് അയാൾ കാണുകയും ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ this much of today's poem. Go through the poem and study the question answers. Okay, thank you.